ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബുക്ക് കാച്ചർ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ കുട്ടികളുടെ ഹാൾ ടിക്കറ്റ് വന്നിട്ട് എല്ലാവരും എടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സൈറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു, പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ശരിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കേരളത്തിൽ കുറച്ചധികം എക്സാം സെൻറ്റേഴ്സ് വന്നിട്ടുണ്ടെന്ന് ഞാൻ മുൻപത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെയൊക്കെയാണ് കേരളത്തിൽ നമ്മുടെ കുട്ടികൾക്ക് സെൻറ്റേഴ്സ് എന്നുള്ളതിൻ്റെ ലിസ്റ്റ് വന്നിട്ടുണ്ട്, വെന്യൂ എവിടെയാണെന്ന് എക്സാമിൻ്റെ. അപ്പോൾ അതിൻ്റെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. ഫസ്റ്റ് നമുക്ക് കൊച്ചി നോക്കാം. കൊച്ചി ഇത്തവണ സാക്രഡ് ഹാർട്ട് കോളേജ് ഉണ്ടല്ലോ, തേവര, അവിടെയാണ് കേട്ടോ എക്സാം സെൻറ്റർ വന്നിരിക്കുന്നത്. തെറ്റണ്ട, ഹാൾ ടിക്കറ്റിൽ ഉണ്ട് കേട്ടതെല്ലാം. അടുത്തത് തിരുവനന്തപുരത്ത് സേവിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിലാണ്, തുമ്പ തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് എക്സാം സെൻറ്റർ വന്നിട്ടുള്ളത്. പിന്നെ മാഹിയിൽ വന്നിട്ടുണ്ട്. മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിലാണ്, നിയർ സിമെട്രി റോഡ്, മന്നക്കൽ, അവിടെയാണ് വന്നിട്ട് ഉള്ളത്. പിന്നെ കാലിക്കറ്റ് വന്നിട്ടുണ്ട്, ഫറൂഖ് കോളേജ് ഉണ്ടല്ലോ, അവിടെയാണ് കേട്ടോ എക്സാം സെൻറ്റർ വന്നിട്ടുള്ളത്. പിന്നെ മലപ്പുറത്ത് പരപ്പനങ്ങാടി കോപ്പറേറ്റീവ് കോളേജിലാണ് വന്നിട്ടുള്ളത്. തൃശ്ശൂർ നമ്മുടെ കോപ്പറേറ്റീവ് കോളേജ് കല്ലിങ്ങൽ ലൈൻ തൃശ്ശൂർ, അവിടെയാണ് വന്നിട്ടുള്ളത്. കണ്ണൂർ സെയിൻറ്റ് ജോസഫ്സ് കോളേജ് പിലാത്തറ, കണ്ണൂർ, അവിടെയാണ് നമുക്ക് എക്സാം സെൻറ്റർ വന്നിട്ടുള്ളത്. ടോട്ടൽ ഒരു 30ഓളം എക്സാം സെൻറ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്ത് നമ്മൾ ഇവിടെ നിന്ന് പിള്ളേർക്ക് ഒരുവിധം എല്ലാവർക്കും തൃശ്ശൂരാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കോപ്പറേറ്റീവ് കോളേജിൽ പോയി എഴുതാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടല്ലോ. അപ്പോൾ എവിടെയാണ് നിങ്ങൾ എക്സാം സെൻറ്റർ കൊടുത്തിരിക്കുന്നതെന്ന് ഫസ്റ്റ് നോക്കുക. കുറേ പേരൊന്ന് സെൻറ്റർ അറിയാണ്ട് വേറെ ദൂരത്തുള്ള സ്ഥലത്തൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്, കുറച്ച് പേരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ എക്സാം സെൻറ്ററിൻ്റെ കാര്യത്തിലൊന്നും. അപ്പോൾ ഇത്തവണ എന്തായാലും അലോട്ട് ചെയ്ത എക്സാം സെൻറ്ററിൽ പോയി എഴുതാൻ ശ്രമിക്കുക. നമുക്ക് നല്ലതാണ്, കുറച്ചും കൂടെ സെൻറ്റേഴ്സ് അധികം വരുന്നുണ്ട്. ഇനിയിപ്പോൾ വരുന്ന എക്സാംസിൽ ബാക്കി മറ്റ് ജില്ലകളിലും എക്സാം സെൻറ്റർ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ എക്സാം സെൻറ്റേഴ്സ് ആരും മറക്കരുത്. ഹാൾ ടിക്കറ്റ് എല്ലാവരും പ്രിൻ്റ് എടുക്കുക. ഇതുവരെ പ്രിൻ്റ് എടുക്കാത്തവരുണ്ടെങ്കിൽ നോക്കുക, നിങ്ങളുടെ എക്സാംസിന് പഠിച്ചു തുടങ്ങാം.